ആരെങ്കിലും ജീവിതത്തിൽ നിസ്കാരത്തെ സമയത്ത് നിർവഹിച്ചാൽ അങ്ങനെ കൃത്യമായി നിസ്കരിക്കുന്ന ശീലം അയാളിൽ ഉണ്ടെങ്കിൽ, ചിലരെ നമുക്കത് കാണാം. എത്ര ഷോപ്പിൽ തിരക്കാണെങ്കിലും വീട്ടിൽ അടുക്കള പണിയുണ്ടെങ്കിലും സമയമായാൽ വേറെ വർത്താനില്ല, അവർ വേഗം നിസ്കാരത്തിൽ കിടക്കുകയാണ്. അജണ്ട പൂർത്തിയായില്ലെങ്കിലും മീറ്റിംഗ് ഹോൾഡ് ചെയ്യുന്നു, നിസ്കരിക്കുന്നു. കണ്ടോ? ആ നിസ്കാരത്തെ അവർ ബഹുമാനിക്കുകയാണ്. എങ്കിൽ അക്രമഹുല്ലാഹു ബിതിസ്ഇ കറാമാത്തിൻ, 9 ആദരവ് അയാൾക്ക് അല്ലാഹു നൽകുന്നതാണ്. ഒന്ന്, അവലുഹാ യുഹിബ്ബുഹല്ലാഹ്, അയാളെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന് അയാളോട് വല്ലാത്ത തൃപ്തിയായിരിക്കും. വരിദ്വാൻ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടലാണ് അക്ബർ, ഏറ്റവും വലിയ പോസ്റ്റ്. ലോകത്ത് അല്ലാഹ് നമ്മളെ തൃപ്തിപ്പെട്ടാൽ പിന്നെ ആര് നമ്മളോട് ദേഷ്യം പിടിച്ചാലും കുഴപ്പമില്ലല്ലോ. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു വഴിയാണ് അവ്വൽ വക്തിൽ കൃത്യമായി നിസ്കരിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, വയകൂനു ബദനുഹു സ്വഹീഹൻ, ന്യൂനതയില്ലാത്ത ശരീരമായിരിക്കും അയാളുടേത്. മാരക രോഗങ്ങളില്ല, അപകടങ്ങളില്ല, ആൾക്കാർക്ക് കണ്ടാൽ വെറുപ്പുള്ള ഒരു ന്യൂനതയും അയാളുടെ ശരീരത്തിന് അല്ലാഹു നൽകുന്നില്ല. 3, വതഹ്റുസുഹുൽ മലായിക, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എപ്പോഴും അയാളുടെ ചുറ്റുവട്ടത്ത് മലക്കുകൾ ഉണ്ടാകും. 4, വതൻസിലുൽ ബറകതു ഫീ ദാരിഹി, അയാളുടെ വീട്ടിൽ വല്ലാത്ത ബറക്കത്തായിരിക്കും, അയാളുടെ ജീവിതത്തിന് വല്ലാത്ത ബർക്കത്തായിരിക്കും. ഇപ്പൊ ചിലര് എന്താണെന്നറിയില്ല ഉസ്താദേ, എന്തേ കയ്യിൽ ഓട്ടയായിട്ടുണ്ടാകുമ്പോ ശമ്പളം കിട്ടുന്നു തീരുന്നു എന്നെല്ലാം പറയുന്ന ആൾക്കാർ. അതിന് കൃത്യമായിട്ട് നിസ്കരിച്ചാൽ മതി. അസ്മാന്റെ അടുത്ത് പോകുകയല്ല വേണ്ട, കൃത്യമായി നിസ്കരിക്കുക. ഇപ്പൊ ചിലർക്ക് സ്വന്തമായിട്ട് അങ്ങനെ കുറെ തോന്നലുകൾ ഉണ്ടാവും. ഷാർജയില് എന്റെ മോന്റെ കട തീ പിടിച്ചു, പിന്നെ ഇവിടുന്ന് 2 പേരക്കുട്ടികൾ പേരക്കം വരത്തുമെന്ന് വീണിട്ട് 2 കൈ പൊട്ടി. പിന്നെ ഉസ്താദെ എനിക്കാണെങ്കിൽ ഏടെടുക്കുമ്പോ കിതാബ് എടുക്കുമ്പോ ഖുർആൻ ഓതുമ്പോ ഉറക്കം വരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? എന്താ? കണ്ണേറാറ്റാണെന്നൊരു സംശയമുണ്ട്. മൂക്കേറാണ്, കണ്ണേറല്ല മൂക്കേറ്. നമുക്ക് തന്നെ അങ്ങനെ കുറെ തോന്നലുകളാണ്. അവ്വൽ വക്തിൽ നിസ്കരിച്ചാൽ മതി മനുഷ്യരെ, ബറക്കത്ത് അല്ലാഹു ധാരാളമായി നൽകും. 5, അയാളുടെ മുഖത്ത് സ്വാലിഹീങ്ങളുടെ അടയാളം ഉണ്ടാകും. അയാളെ കണ്ടാൽ തന്നെ ആൾക്കാർക്ക് നന്നാവണമെന്ന് തോന്നും. കൃത്യമായിട്ട് നിസ്കരിച്ചാൽ മതി. അടുത്തത്, അയാളുടെ ഖൽബ് സോഫ്റ്റ് ആയിരിക്കും. അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറയുന്നുണ്ട്, ഈ ഖൽബ് സോഫ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഫയഖ്ബലുൽ മവാഇൽ, ആര് ഉപദേശിച്ചാലും അയാൾ സ്വീകരിക്കുന്നുള്ളതാണ് കാരണം. അതാണ് സോഫ്റ്റ് ആവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ആര് മൂപ്പരിക്ക് ഉപദേശം കൊടുത്താലും ശരി. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അല്ലേ? ജസാക്കല്ലാഹു ഖൈർ, നിങ്ങൾ ആ തെറ്റ് എനിക്ക് തിരുത്തി തന്നതിന് അൽഹംദുലില്ലാഹ്. കേട്ടാ, അയാളെ മനസ്സ് നന്നാണെന്നുള്ളതിന്റെ ഉദാഹരണമാണ്. നീ ആരെന്റെ ഉപദേശിക്കാൻ? നിന്റെ അനിയൻ പള്ളിയിൽ വരുത്തണ്ട. ഇത് കിബറന്മാരുടെ അടയാളമാണ്.